ഹായ് ഗൈസ്, ബോക്സിംഗ് പാർട്ട് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ നമ്മുടെ പഞ്ചിനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഫിറ്റ്നസ് കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അതുപോലെ തന്നെ ബോക്സിംഗ് ഫ്ലിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചാനലാണിത്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. നമ്മൾ ഒരു വർഷത്തിന് മുന്നേ ആയിട്ട് നമ്മൾ ഫ്ലിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ബാക്ക് ഫ്ലിപ്പ്, ഫ്രണ്ട് ഫ്ലിപ്പ്, അതുപോലെ തന്നെ സൈഡ് ഫ്ലിപ്പ്, ഏരിയൽ ഫ്ലിപ്പ്, ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫ്ലിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ബോക്സിങ്ങിലോട്ട് വരാം. പ്രധാനമായിട്ടും 6 തരത്തിലാണ് നമ്മൾ ബോക്സിങ്ങിലെ പഞ്ചിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന 6 കാര്യങ്ങളിലും പലതും നമ്മൾ പഴയ വീഡിയോസിൽ ഓരോ പഞ്ച് പറയുമ്പോൾ അതിൻ്റെ ഡിഫെൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. സോ സ്കിപ്പ് ചെയ്യേണ്ട. ഡിഫെൻസിനെ മൊത്തത്തിൽ ഞാൻ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫുട് വർക്ക് ഉപയോഗിച്ചിട്ട്, തല ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ കൈ ഉപയോഗിച്ചിട്ട്. ഫസ്റ്റ് നമുക്ക് ഫുട് വർക്ക് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് നോക്കാം. സോ നമുക്ക് ഫുട് വർക്കിൻ്റെ ആദ്യത്തെ മെത്തേഡ് പരിചയപ്പെടാം. ആദ്യത്തെ മെത്തേഡിൻ്റെ പേര് സ്റ്റെപ്പ് ബാക്ക് മൂവ്മെൻറ്റ് എന്നാണ്. സ്റ്റെപ്പ് ബാക്ക് ഡിഫെൻസ് എന്നാണ് ഇതിന് പറയുക. ഇത് നമ്മൾ ഫുട് വർക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുട് വർക്കിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫുട് വർക്കിൻ്റെ വീഡിയോൻ്റെ അകത്ത് നമ്മൾ 1 സ്റ്റെപ്പ് ഫോർവേഡ് 1 സ്റ്റെപ്പ് ബാക്ക്വേഡ് എന്നുള്ളൊരു ഡ്രില്ല് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സെയിം തന്നെ ഓപ്പണൻറ്റ് നമുക്ക് ഇങ്ങോട്ട് പഞ്ച് വരുന്ന സമയത്ത് നമ്മൾ എന്താക്കുന്നു, ഗാർഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ 1 സ്റ്റെപ്പ് ബാക്ക്വേഡ് നിന്നിട്ട് ഓപ്പണൻറ്റുമായിട്ട് ജസ്റ്റ് നമുക്ക് ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ഇയാൾ പഞ്ച് ചെയ്യും, സി നമ്മൾ ആ പഞ്ചിൻ്റെ കൈ അകലത്തിൽ നിന്ന് നമ്മുടെ ബോഡിയെ ഇങ്ങോട്ടേക്ക് മാറി. സി ഇത് സഡൻ ആക്ഷൻ ആയിരിക്കും. അതായത് പതുക്കെ ചെയ്താൽ അയാളുടെ അടുത്ത് നിന്ന് എനിക്ക് ഇടി കിട്ടും. സോ അവിടുന്ന് പഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്നുകിൽ നമുക്ക് ബാക്കോട്ടേക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഫുട് വർക്കിലെ രണ്ടാമത്തെ മെത്തേഡാണ് പിവോട്ട് മെത്തേഡ്. അപ്പോൾ ഇത് നമ്മൾ ഫുട് വർക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ്. ഫുട് വർക്കിൻ്റെ വീഡിയോയിൽ നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പിവോട്ട് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗാർഡ് പൊസിഷനിൽ നിൽക്കുന്നു, ഓപ്പണിൻ്റെ അടുത്ത് നിന്ന് പഞ്ച് വരുന്നു, നമ്മൾ ജസ്റ്റ് ബാക്ക് ലെഗ് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നു. സി ബാക്ക് ലെഗ് ബാക്കോട്ട് എൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പോകേണ്ടത്, എൻ്റെ ഈ സൈഡിലേക്കായിരിക്കരുത് ഒരിക്കലും പോകേണ്ടത്. അതുപോലെ തന്നെ ഈ സാധനം നിങ്ങൾക്ക് ഫുട് വർക്കിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഫോർവേഡിലേക്ക് നമ്മൾ പഞ്ച് ചെയ്തുകൊണ്ട് ഫുട് വർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ, മീൻസ് മതിലുണ്ടെങ്കിൽ അവിടെ എന്താണല്ലോ. പിന്നീട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഗാർഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യരുത്. പകരം ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ നിന്നിട്ട് ഇവിടുന്ന് പഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. സി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഇതെങ്ങനെ യൂസ്ഫുൾ ആവുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പണൻ്റ് നിൽക്കുന്ന സമയത്ത് ഇയാളെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ഡിഫെൻഡ് ചെയ്യുന്നു. പഞ്ച് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടറിയില്ല, ഈ സൈഡിലേക്ക് പോയി. അതായത് ഇവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് സ്ലിപ്പ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഒന്നുകൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലിപ്പ് ചെയ്ത സമയത്ത് എനിക്കിവിടെ ഫേസ് ഓപ്പൺ ആകണ്ടില്ലേ, എനിക്ക് ഇവിടെ നിന്ന് പഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഞാനിവിടെ നിന്ന് സ്ലിപ്പ് ആൻഡ് പഞ്ച്, കണ്ടില്ലേ, പഞ്ച് ദെൻ പഞ്ച്, കണ്ടില്ലേ. അതായത് ഞാനിവിടെ നിന്ന് ഗാർഡ് പൊസിഷൻ നിന്നു, ദെൻ ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്തു, പഞ്ച്. ഈ പഞ്ച് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഡിഫെൻഡ് എങ്ങനെയാണെന്നുള്ളത് മാത്രം കാണിച്ചതാണ്. ഓക്കെ, ഫുട് വർക്ക് ഉപയോഗിച്ചിട്ടുള്ള 2 മെത്തേഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് എങ്ങനെ പഞ്ചിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഗാർഡ് പൊസിഷനിലേക്ക്. ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഞാൻ ഓൾറെഡി ജാബിൻ്റെയും ക്രോസിൻ്റെയും കാര്യം വരുമ്പോൾ ഈ ബ്ലോക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഓൾറെഡി അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇയാൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് പഞ്ച് ചെയ്യുന്ന സമയത്ത് നോർമലി ജാബിൻ്റെയും ക്രോസിൻ്റെയും ബ്ലോക്ക് ചെയ്യുക. അതായത് പഞ്ച് ഇപ്പോൾ ഇയാൾ ഈ കൈ കൊണ്ടാണ് പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പണൻ്റ് ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ നമ്മളുടെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് ബ്ലോക്ക്, സി ദെൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഷോൾഡർ യൂസ് ചെയ്യണം, ലെഗ് യൂസ് ചെയ്യണം, ഹിപ്പ് യൂസ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തട്ടി ഒഴിവാക്കുക. അതായത് താഴോട്ടേക്ക് തട്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അൺബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. തട്ടുന്ന സമയത്ത് ഇയാൾ അൺബാലൻസ്ഡ് ആവും, ഫേസ് ഓപ്പൺ ആയി കിട്ടും. സി ഒന്നുകൂടെ കാണിച്ചു തരാം, ഒന്നുകൂടെ കണ്ടില്ലേ, കണ്ടില്ലേ. ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ നോക്കൗട്ടായി പോകും.
സോ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ കൈ ഉപയോഗിച്ചിട്ടുള്ളത് പറഞ്ഞു. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഹുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലോക്കാണ്. ഇത് ഓൾറെഡി ഹുക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോനകത്ത് എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോ അതും കൂടെ ഞാനിവിടെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഇയാൾ ഓപ്പണൻ്റ് എന്നെ ഹുക്ക് ചെയ്യാൻ വരുന്നു. സോ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. ഹുക്ക് ഹുക്ക് ബ്ലോക്ക് ഹുക്ക് ബ്ലോക്ക്. സി ഇപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഇത് മാത്രം, അതായത് ഗാർഡ് പൊസിഷനിൽ നിന്ന് ജസ്റ്റ് നമ്മൾ കൈ പൊന്തിച്ചിട്ട് ഹുക്കിനെ നമ്മളെ ഹെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കണ്ടില്ലേ? ഹുക്ക് ബ്ലോക്ക് ഹുക്ക് ബ്ലോക്ക്. ഇത് നമ്മൾ ഇത്രേ പൊക്കാൻ പാടുള്ളൂ, അതായത് ഇത്ര മാത്രം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഹുക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മാക്സിമം നമുക്ക് ഇവിടെ ഓവർ ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹുക്കിനെ ബ്ലോക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഇത്ര മതി, ഇത്ര മതി, ഇത്ര മതി. ഓക്കെ, ഇത്രയും പൊങ്ങേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ റിബ് ഓപ്പൺ ആക്കി കൊടുക്കുകയാണത്. അങ്ങനെ പഠിക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ടുള്ള മൂന്നാമത്തെ ഡിഫൻസ് എന്ന് പറയുന്നത് റിബിനുള്ള ബ്ലോക്കാണ്. സോ അത് കാണിക്കാം. നമ്മൾ ഗാർഡ് പൊസിഷനിൽ നിൽക്കുന്നു. ഇയാൾ ഓപ്പണൻ്റ് എൻ്റെ റിബിനാണ് പഞ്ച് ചെയ്യുന്നത്. പഞ്ച് സി ഗാർഡ് നമ്മളിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് പഞ്ച് കൂളായിട്ട് എനിക്ക് കിട്ടും. സോ ഇതിനുള്ള ഏക ബ്ലോക്ക് എന്ന് പറയുന്നത് ഗാർഡ് അടച്ച് വെക്കുക, ദെൻ പഞ്ച് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഭാഗം കൊണ്ട് നമ്മുടെ റിബിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ സൈഡിലാണെങ്കിലും ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വ്യൂ ചെയ്ത് നമ്മൾ ജസ്റ്റ് റിബ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. പഞ്ച് ദെൻ പഞ്ച് സി കണ്ടില്ലേ? അപ്പോൾ കൈകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള 3 ടെക്നിക്കുകളും ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് തല കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള 2 ടെക്നിക്കുകളോട് പഠിക്കാം. ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ജാബ് ആൻഡ് ക്രോസിൻ്റെ സ്ലിപ്പ് മെത്തേഡാണ്. ഇതുവരെ നമ്മൾ പൊതുവേ നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് ജാബ് ആൻഡ് ക്രോസിന് ഈ ബ്ലോക്ക് മാത്രമാണ്, അതായത് കൈകൊണ്ടുള്ള ബ്ലോക്ക് മാത്രമാണ്. ആക്ച്വലി എന്നോടും വിട്ടുപോയതാണ്. ഇത് സ്ലിപ്പ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. സ്ലിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം, സ്ലോ ആയിട്ട് കാണിച്ചു തരാം. ഇയാളിപ്പോൾ എന്നെ ജാബ് ചെയ്യാൻ പോവാണ്, സ്ലോ ആണ്. അപ്പോൾ ഇയാളെന്നെ ജാബ് ചെയ്യുന്നു, ദെൻ ഞാൻ സ്ലിപ്പ് ചെയ്യുന്നു. കണ്ടില്ലേ? സ്ലിപ്പ് ചെയ്യുന്നത് കണ്ടല്ലോ? ജസ്റ്റ് ഇങ്ങോട്ട് സ്ലിപ്പ് ചെയ്യുന്നു, അതായത് ഷോൾഡർ ഇങ്ങോട്ട് സ്ലിപ്പ് ചെയ്യുന്നു. ഇത് ഇങ്ങോട്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ഈ സൈഡിലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് സ്ലിപ്പ് കണ്ടല്ലോ, ദെൻ സ്ലിപ്പ്. ഈ സ്ലിപ്പിൻ്റെ സമയത്ത് തന്നെ ഈ സൈഡ് എനിക്ക് ഓപ്പൺ ആണ്. സോ ഇവിടെ എനിക്ക് കൈ ലോഡായി കിട്ടും. എൻ്റെ ഫുൾ വെയിറ്റ് ഈ കാലിലാണ് വരുന്നത്. സോ ഞാൻ പഞ്ച് റിബ് പഞ്ച് എനിക്ക് ഇവിടെ നിന്ന് കയറ്റാൻ പറ്റും. സോ അതൊന്ന് ഷോ ചെയ്ത് കാണിക്കാം. സോ ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പഞ്ച് ചെയ്യുമ്പോഴാണ്. ഇതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് കൊണ്ട് പഞ്ച് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്. സോ പഞ്ച് കണ്ടില്ലേ? അതായത് നമ്മൾ ജസ്റ്റ് സ്ലിപ്പ് ചെയ്യുന്നു, പഞ്ച്. ഇതേപോലെ തന്നെ ഇയാളുടെ പഞ്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇയാളുടെ ഇവിടെ ഓപ്പൺ ആയിരുന്നു, പഞ്ച് ചെയ്തു. സി അപ്പോൾ ഇനി ലെഫ്റ്റും റൈറ്റും വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ജസ്റ്റ് ഇങ്ങോട്ട് സ്ലിപ്പ് ചെയ്യുക. ഇങ്ങോട്ട് സ്ലിപ്പ് ചെയ്യുക. സ്ലിപ്പ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് റോൾ മെത്തേഡാണ്. ഇത് നമ്മൾ ഹുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മൾ ഹുക്കിൻ്റെ ട്യൂട്ടോറിയലിൽ പറഞ്ഞതാണ്. എന്നാലും നമ്മൾ ഹുക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഹുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗാർഡ് പൊസിഷനിൽ നിൽക്കണമെങ്കിൽ നിൽക്കാം. ഓക്കെ, ദെൻ സി ഇതാണ് റോളിങ്. ഇനി ഓപ്പണന്റ് ഈ സൈഡിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ദെൻ ഇങ്ങോട്ടേക്ക് റോൾ ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, ഇതിൻ്റെ പേരാണ് റോളിങ് അല്ലെങ്കിൽ വ്യൂവിങ്, എന്ത് വേണമെങ്കിലും പറയാം, രണ്ടും പറയുന്നവരുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം 6-7 തരത്തിലുള്ള ഡിഫൻസ് മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ റിവ്യൂ ചെയ്യാം. ഫുഡ് വർക്കിൽ വരുന്ന സ്റ്റെപ്പ് ബാക്ക് മെത്തേഡ്, പിവോട്ട് മെത്തേഡ്, ഹാൻഡ് മൂവ്മെൻറ്റിൽ വരുന്ന പാരി ബ്ലോക്ക്, ഹുക്ക് ബ്ലോക്ക്, റിബ് ബ്ലോക്ക്, ഹെഡ് മൂവ്മെൻറ്റിൽ വരുന്ന സ്ലിപ്പ് ആൻഡ് റോൾ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പറഞ്ഞു തന്നതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.